ചെറുപ്പക്കാർ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളരുന്നവർ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മുസ്തഫ കഞ്ചൂരിന്റെ ആ ഒരു ജിന്നിന്റെ അഭിമുഖത്തിലെ ഒരു വിഷയം പറഞ്ഞത്, മുസ്ലിമീങ്ങളായ ആളുകളെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ പിശാചിന് ഇഷ്ടമാണ്. മുസ്തഫ പറയാണ്, മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ആ ജിന്ന്, എത്ര വയസ്സ് 180 വയസ്സ്. അദ്ദേഹം പറഞ്ഞു 180 എന്ന് പറഞ്ഞ ഞങ്ങൾ മനുഷ്യന്മാരുടെ കണക്കിൽ 17 വയസ്സ്. വളരെ ചെറുപ്പക്കാരനാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളിത് ജനങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ട് ആ വിഷയം അദ്ദേഹം പറഞ്ഞത്, അതായത് നൃത്തങ്ങളും അതുപോലെ തന്നെ ഡാൻസുകളും മ്യൂസിക്കും പിശാചിന് ഇഷ്ടമാണ്. അത് അമുസ്ലിങ്ങളെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിക്കും. അദ്ദേഹം പറയാൻ കാരണം, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇസ്ലാം അറിഞ്ഞാൽ ഇസ്ലാമിലേക്ക് വരാൻ വളരെ പെട്ടെന്ന് കടന്നു വരുന്ന ആളുകളാണ്. മുസ്തഫ കഞ്ചൂർ പറയാം, ഏത് ജിന്നുകളിലും ക്രിസ്ത്യാനികളുണ്ട്, ജിന്നുകളിലും ബുദ്ധമതക്കാരും ജൈനമതക്കാരുണ്ടെന്ന് പറഞ്ഞു. അവരിലുണ്ടല്ലോ ജൈനമതക്കാരും കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് പറഞ്ഞു. നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ ജിന്നുകളിലുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു, ഇവർക്ക് ഓരോ കാൽമാക്സിനൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വളരെ പെട്ടെന്ന് ഇസ്ലാം അറിഞ്ഞാൽ അതിലേക്ക് കടന്നു വരാൻ റെഡിയാണ്. അപ്പൊ ഇസ്ലാമിനെ പറ്റി അവർ പഠിക്കാൻ അവസരമുണ്ടായാൽ അവർ മുസ്ലിമീങ്ങളായി പോകും. ഇത് പേടിച്ചിട്ട് അവരെ പിടിച്ചുകൊണ്ടാണ് പിശാച് ഇതുപോലെയുള്ള കൺസേർട്ടുകളും മ്യൂസിക് പ്രോഗ്രാമുകളും പിശാച് ചെയ്യിപ്പിക്കുന്നത് അമുസ്ലിമീങ്ങളെ വെച്ചിട്ടാണ്. അവരെ ഇതിലേക്ക് അവരെ സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവരെ വഴിതെറ്റിപ്പോയി എവിടെയെങ്കിലും വല്ല ക്ലാസ്സിലോ വല്ല പ്രസംഗം കേട്ടാൽ അവർ ഇസ്ലാമിലേക്ക് ആയിപ്പോയേക്കും, അവർ മുസ്ലിം ആയി പോയേക്കും. സുബ്ഹാനല്ലാഹ്. വളരെ പെട്ടെന്ന് ഈറ്റങ്ങൾ വളരെ സാധുക്കളാണ്. വളരെ പെട്ടെന്ന് ഒരു അത്ഭുതം കണ്ട് അവർ കടന്നേക്കും. ഒരു സംഭവം ഉണ്ടായ അപ്പൊ കടന്നേക്കും അവർ ഇസ്ലാമിലേക്ക്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അങ്ങനെയാണെന്നാ. ഇത് ആര് പറഞ്ഞേ? മുസ്തഫ കഞ്ചൂർ പറയാ, ജിന്നുകൾക്ക് ഇതറിയാം, പിശാചുകൾക്ക് ഇതറിയാം. ഇവര് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും ഒരു നല്ല വശം കണ്ട അപ്പൊ കടന്നേക്കും. ഇത് കടക്കാതിരിക്കാൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെച്ച് മ്യൂസിക് കൺസേർട്ടുകൾ പിശാച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരെ അതിൽ മുഖാണ്. കാരണം സിനിമാ സംവിധായകന്മാർ, സിനിമാ പ്രൊഡ്യൂസർമാർ, അത് ഡിസ്പ്ലേ ചെയ്യുന്ന തിയേറ്ററിന്റെ ഉടമകൾ, തിയേറ്ററിലേക്ക് കയറിക്കൂടുന്ന ആളുകൾ അധികവും അമുസ്ലിമീങ്ങളായ ആളുകളെ കൂടുതലുണ്ട്. മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുണ്ട് പ്രദേശങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇവരെ ഇങ്ങനെ എൻഗേജ് ചെയ്തില്ലെങ്കിൽ ഇവർ ഇസ്ലാമിലേക്ക് വന്നു. ഇവരെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരും. അത് പേടിച്ചുകൊണ്ടാണ് നൃത്തങ്ങളും മറ്റു കാര്യങ്ങളും പിശാച് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് മുസ്തഫ കഞ്ചൂർ പറയുന്നുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ദാവൂദ് ഇസയോട്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുത വിഷയമാണ്. അപ്പൊ വളരെ കരുതലോടുകൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ആ വിഷയങ്ങളൊക്കെ പറയുന്നത് സ്നേഹം കൊണ്ടാണ്. എനിക്ക് വിഷമുണ്ടായത് കൊണ്ടാണ്. നമ്മൾ തമ്മിലുള്ള സ്നേഹം ഇസ്ലാമികമായ ബന്ധമാണ്, ഒരു ബന്ധമല്ല. നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം അള്ളാഹുവിന് വേണ്ടിയുള്ള ബന്ധമാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത്രയും നമുക്ക് പറയാനുള്ളത്. പിശാചിനെ വഴിവെച്ചു കൊടുക്കരുത്. നമ്മുടെ സെന്ററിൽ, നമ്മുടെ ഈ സ്റ്റേജിലൊന്നും അത്തരം ഹറാമായ സംഭവങ്ങൾ നടക്കരുത്. നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ അൾട്ടിമേറ്റ്ലി വി ആർ റെസ്പോൺസിബിൾ വിത്ത് അള്ളാഹ്. നമ്മൾ അള്ളാഹുവിനോട് കാരണം പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്കിനി ഇവിടെ എന്ത് ചെയ്തോളൂ എന്ന് ഒരു കൾച്ചർ കമ്മിറ്റി പെർമിഷൻ ഒന്നും വിചാരിക്കാൻ. കള്ളുടിക്കാൻ പെർമിഷൻ നമുക്ക് കള്ളുടിക്കാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ലല്ലോ. തിന്മ ചെയ്യാൻ പെർമിഷൻ നമുക്ക് തിന്മ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പെർമിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ വളരെ കരുതലോടുകൂടെ നിൽക്കണം. എനിക്കത് ബോധ്യപ്പെട്ടതാണ്. അത് എനിക്ക് മുഴുവൻ പറഞ്ഞുതരാൻ പറ്റൂല. എന്തുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് പറയുന്നു? അതിന്റെ തെളിവുകളും അതിന്റെ വിഷയങ്ങളും എനിക്കറിയാം. എനിക്ക് ബോധ്യപ്പെട്ട വിഷയമാണ്. അതിൽ പിശാചുണ്ടെന്നും അതുകൊണ്ട് മനുഷ്യൻ വഴിതെറ്റുമെന്നും അതുകൊണ്ടൊരു മനുഷ്യന്റെ ആഖിറ നഷ്ടപ്പെടുമെന്നും എനിക്ക് ഉറപ്പാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹു അതിന് സാക്ഷിയുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് മുഴുവൻ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. എന്തൊക്കെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്. അതുകൊണ്ട് ഇത് വേണ്ട, ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കാം. ഞാൻ അള്ളാഹുവിന്റെ പേരിലാണ് പറഞ്ഞത്, എന്റെ അഭിപ്രായമല്ല. എന്റെ വാക്ക് അള്ളാഹു പറയുന്ന വാക്കായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. റബ്ബ് അറിയിച്ചു തരുന്നത്, അള്ളാഹു പഠിപ്പിക്കുന്നത്, അള്ളാഹിന്റെ കലാം നിങ്ങൾക്ക് പറഞ്ഞു തരലാണ് എന്റെ ഉത്തരവാദിത്തം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹു ഒരു അസുഖം കൊണ്ട് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇതൊന്നും വേണ്ടില്ലായിരുന്നു. അപ്പൊ ബോധ്യപ്പെടും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് പാടില്ലാത്തതായിരുന്നു. എത്ര ഹലാലുകളുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ ഹലാലുകൾ സ്വീകരിക്കൽ, ഹറാമുകൾ ചെയ്യല്ലേ.